കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കഴിഞ്ഞു, നട തുറന്നു. അപ്പോൾ നമുക്ക് ഗുരുവായൂരപ്പൻ്റെ ആ ഉച്ചപൂജ കളഭാലങ്കാരം ഏത് രൂപത്തിലാണ് ഭഗവാൻ നമ്മളെ കാത്തിരിക്കുന്നത് ദർശനം നൽകാനായിട്ട് നോക്കാനായിട്ട് നമുക്ക് പോവാം. ആ അനുഗ്രഹം വാങ്ങാനായിട്ട് ആ ചതുർബാഹുവായ വിഗ്രഹത്തിൽ നിന്ന് ഏത് രൂപമാണെന്നറിയില്ല. അപ്പോൾ നമുക്ക് പോയി നോക്കാം. ആദ്യം തന്നെ കിഴക്കേ നടയിലുള്ള മഞ്ജുളാലിനെ വന്നൊന്ന് പ്രദർശനം ചെയ്ത് ആ വെങ്കല ഗരുഡ ശില്പവും അതേപോലെ കുചേലൻ്റെ ശില്പമൊക്കെ കണ്ട് നമ്മൾ നേരെ അത്തിമര ഗണപതി ക്ഷേത്രത്തിൽ വന്ന് ഗണേശനെ കണ്ട് തൊഴാം. പിന്നീട് അവിടെ നിന്ന് ഇങ്ങനെ വന്ന് ഗോപുരവാതിൽ കടന്ന് അകത്തേക്ക് ഇങ്ങനെ പ്രവേശിക്കാം. അങ്ങനെ പ്രവേശിക്കുമ്പോൾ നമുക്ക് ആ കൊടിമരവും അതിൻ്റെ മുന്നിലെ വലിയ ബലിക്കല്ലും അതേപോലെ ഗജരാജൻ കേശവൻ്റെ 2 കൊമ്പുകളും നടുക്കുള്ള ലക്ഷ്മി ദേവീനെയൊക്കെ കണ്ട് തൊഴുത് വാതിൽപ്പടി അങ്ങോട്ട് കയറുമ്പോൾ ഇടതേ സൈഡിലുള്ള മേൽപ്പത്തൂരിൻ്റെ പേടും ആ കിടാവിളക്കൊക്കെ കാണാം. വലതേ സൈഡിലുള്ള ആദ്യത്തെ തൂണും നോക്കിയിട്ട് നരസിംഹാവതാരം കാണിച്ചു കൊടുത്തു എന്ന് പറയുന്ന ആ തൂണും നോക്കിയിട്ട് നമുക്കൊന്ന് പ്രാർത്ഥിച്ച് ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കാം. ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ വളരെ പ്രകാശം, അതിപ്രകാശം തന്നെയാണ്. അങ്ങനെ നോക്കുമ്പോൾ ഒരു ഉണ്ണീനെ കാണുന്നു. ഉണ്ണിയുടെ കാൽപാദം കാണാണ്ട് കാൽപാദത്തിൽ കാൽത്തളകൾ അണിഞ്ഞിട്ടുണ്ട്. അങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ നോക്കിയാൽ ഇന്ന് വാമന സ്വരൂപത്തിലാട്ടോ. അപ്പോൾ ദശാവതാരത്തിൽ 5ാമത്തെ അവതാരം വാമനാവതാരം, അതാണ് ഇന്നത്തെ. അത് എന്ത് രസമാണെന്നറിയോ. അങ്ങനെ വലത്തെ കാല് ഒക്കെ കാണാണ്ട്, വലത്തെ കാലിങ്ങനെ മഹാബലിയൊക്കെ കാണാണ്ട്. അപ്പോൾ മഹാബലീനെ ഭൂമി അളന്നിട്ട് മഹാബലിയുടെ കിരീടം താഴ്ത്തു വെച്ചിട്ടുണ്ട്. ബലിയുടെ തലയിൽ ശിരസിൽ ചവിട്ട് അനുഗ്രഹിക്കുന്ന തരത്തിലുള്ള ആ നിൽപ്പാണ് കേട്ടോ. അത് നല്ല രസമായിട്ട് ചാർത്തിയിട്ടുമുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കിയാൽ നമ്മൾ കാണുന്നത് അരയിൽ അരമണി കിങ്ങിണിയൊക്കെ ഉണ്ട്. ആ പൂണൂലൊക്കെ ഇങ്ങനെ ആയിട്ട് നല്ല രസമായിട്ട് കാണാണ്ട്. അങ്ങനെ മുകളിൽ നോക്കുമ്പോൾ കഴുത്തിൽ നല്ലൊരു പതക്കം പോലത്തെ മാല, നമ്മൾ ഉണ്ണിക്കണ്ണൻ തന്നെ, ചെറിയ ഒരു ഉണ്ണിക്കണ്ണൻ വാമന രൂപത്തിൽ മഹാബലീനെ ഒക്കെ ചവിട്ടി താഴ്ത്തുന്ന ആ ഒരു കാഴ്ചയാണ്. അങ്ങനെ വലത്തെ കയ്യിൽ ഓടക്കുഴലും ഇടത്തെ കയ്യിൽ കമണ്ടലും ആയിട്ടിങ്ങനെ നിൽക്കുന്നു ആ വാമനമൂർത്തി. അങ്ങനെ മുകളിലേക്ക് നോക്കിയാൽ വളയം പോലത്തെ മാല, പതക്കം പോലത്തെ മാല, അതേപോലെ ഗോപി തിലകമൊക്കെ വെച്ചിട്ടുണ്ട്. കൈവളകളും തോൾവളകളും ഒക്കെ അണിഞ്ഞിട്ടുണ്ട്. എല്ലാം കൊണ്ടും ഉണ്ണിക്കണ്ണൻ തന്നെയാണ്, പക്ഷേ വാമനമൂർത്തിയാണ്. അങ്ങനത്തെ ആ ഒരു അലങ്കാരത്തിലാണ്. പട്ടുകോണൊക്കെ കൊടുത്തതൊക്കെ ശരിയായിട്ടുണ്ട്. അങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ നോക്കിയാൽ നല്ല രസമായിട്ടാട്ടോ. മുഖത്തൊക്കെ ആ പുഞ്ചിരിയുണ്ട്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും നല്ല പുഞ്ചിരിയോട് കൂടിയിട്ടാണ് ആ മഹാബലിയെ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തുന്ന തരത്തിലുള്ള, അനുഗ്രഹിക്കുന്ന തരത്തിലുള്ള രൂപത്തിൽ വിളങ്ങണത്. അപ്പോൾ നല്ല രസമായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ തിരുമുടിമാല ഒരെണ്ണമാണ്, അത് വെളുത്ത പൂവും തെച്ചിയും കൂടിയത്. പിന്നെ അതേപോലെ തന്നെ ഒരു ഉണ്ടമാലയും അങ്ങനെ തന്നെ, വെളുത്ത പൂവ് തെച്ചി തുളസി അങ്ങനെയായിട്ട് സമം ചേർത്തിട്ട്. അപ്പോൾ അങ്ങനെ എല്ലാം കൊണ്ടും വളരെ മനോഹരമായ ഒരു കാഴ്ച. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഗുരുവായൂരപ്പൻ്റെ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് സോപാനപ്പടിയിൽ നിന്ന് തൊഴുകയാണെന്ന് അങ്ങനെ മനസ്സുകൊണ്ട് വിചാരിച്ചോളൂ. അപ്പോൾ നമ്മളെ അനുഗ്രഹിക്കാനായിട്ട് ആ വാമനമൂർത്തി ഗുരുവായൂരപ്പൻ ഉണ്ണിക്കണ്ണൻ അവിടെ എത്തും, നമ്മളെ അനുഗ്രഹിക്കും. അപ്പോൾ എല്ലാവരും കണ്ട് പ്രാർത്ഥിച്ചോളൂ. നമുക്ക് നന്നായിട്ട് പ്രാർത്ഥിക്കുക. വാമനമൂർത്തിയെ, മഹാബലിയെ ചവിട്ടിത്താഴ്ത്തുന്ന വാമനമൂർത്തിയെ കണ്ട് നന്നായിട്ട് നമ്മളും ശിരസ് നമിച്ച് തൊഴുത് പ്രാർത്ഥിക്കാം. അങ്ങനെ പ്രാർത്ഥിച്ച് അവിടുന്ന് ഇറങ്ങിയാൽ നേരെ അഗ്നികോണിലുള്ള ബലിക്കല്ലും അതേപോലെ തിടപ്പള്ളിയൊക്കെ കണ്ട് തൊഴുത് നേരെ അലിലക്കണ്ണനെയും സപ്തമാതാക്കളെയൊക്കെ കണ്ട് തൊഴാം. അതിനുശേഷം വിഘ്നേശ്വരൻ്റെ അടുത്ത് വന്ന് വിഘ്നേശ്വരനെ കണ്ട് തൊഴാം. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അത് കഴിഞ്ഞ് ആ സരസ്വതി അറയിലേക്ക് നോക്കുക, സരസ്വതി ദേവീനെ പ്രാർത്ഥിക്കുക. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. അങ്ങനെ സരസ്വതി ദേവീനെയും കണ്ട് തൊഴുത് പിന്നെ അവിടുന്ന് ഇങ്ങനെ വരുമ്പോൾ ആ കോർണറിലെത്തിയാൽ ചെറിയ ഗണേശനെ ഒന്ന് തൊട്ട് തലോടാം. പിന്നെ മത്സ്യം, കൂർമ്മ, വരാഹം, നരസിംഹം വരെയുള്ള രൂപങ്ങളൊക്കെ കണ്ട് തൊഴുത് മേൽശാന്തിൽ അവിടുന്ന് അർച്ചന പ്രസാദമൊക്കെ വാങ്ങാം. പിന്നീട് വാമനമൂർത്തിയെ, ആ പുറത്തുള്ള വാമനമൂർത്തിയെ കണ്ട് തൊഴാം. ആ ഗജേന്ദ്ര മോക്ഷം കാണാം.
പിന്നെ ഗരുഡാരൂഢനായിരിക്കുന്ന മഹാവിഷ്ണുവിനെയും ആനന്ദശായിയായ അനന്തപത്മനാഭനെയൊക്കെ കണ്ട് തൊഴുത് നമ്മൾ ശ്രീകോവിലിൻ്റെ പുറകുവശത്ത് വന്ന് സാഷ്ടാംഗം നമസ്കരിച്ച് എഴുന്നേൽക്കുമ്പോൾ ആ നരസിംഹാവതാരമൂർത്തിയിൽ നിന്ന് അനുഗ്രഹം വാങ്ങാം. പിന്നീട് നമ്മൾ ദശാവതാരത്തിലെ ബാക്കിയുള്ള ശ്രീരാമചന്ദ്രനും ബലരാമനും ഭാർഗവരാമനെയൊക്കെ കണ്ട് തൊഴാം. അതിനുശേഷം നമ്മൾ നേരെ കാണുന്നത് ശ്രീകൃഷ്ണനെയും അതേപോലെ മുരുകനെയൊക്കെ കണ്ട് തൊഴുത് ഹനുമാൻ സ്വാമിയുടെ അടുത്ത് വരിക. ഹനുമാൻ സ്വാമിയെ കണ്ട് പ്രാർത്ഥിക്കാം. ത്വമസ്മിൻ കാര്യനിര്യാഗേ പ്രമാണം ഹരിസത്തമ ഹനുമാൻ യജ്ഞമാസ്തായ ദുഃഖക്ഷയകരോ ഭവ മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ടം വാദാത്മജം വാനരയൂതമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വം അരോഗത അജാഡ്യം വാക്പടുത്തം ഹനുമസ്മരണാത് ഭവേത്. ഓം നമോ ഭഗവതേ ആഞ്ജനേയായ മഹാബലായ സ്വാഹ. അങ്ങനെ ഹനുമാൻ സ്വാമിയെ കണ്ട് തൊഴുതു. പിന്നെ രാധാകൃഷ്ണ വിഗ്രഹവും കാളിയമർദ്ദന രൂപവും വെണ്ണക്കണ്ണനെയൊക്കെ കണ്ട് തൊഴുത് നേരെ നമ്മൾ ഓവിൻ്റെ അവിടെ വന്ന് പ്രാർത്ഥിക്കാം. അത് കഴിഞ്ഞ് താമരക്കണ്ണനെ കണ്ട് തൊഴാം. പിന്നെ അങ്ങനെ ഓവിൻ്റെ അവിടെ നിന്ന് നേരെ കിഴക്ക് വശത്തേക്ക് മുകളിലേക്ക് നോക്കി ആ കൊടിമരം കണ്ട് തൊഴാം. പിന്നീട് അങ്ങനെ നമ്മൾ മണിക്കിണറും നൃത്താറയൊക്കെ കണ്ട് തൊഴുത് കുറൂരമ്മേനെയും നാരദരെയും മേൽപ്പത്തൂരിനെയും വസുദേവരെയൊക്കെ കണ്ട് തൊഴാം. അതിനുശേഷം നമ്മൾ വടക്കേ നടയിൽ കൂടെ പുറത്തേക്ക് വന്ന് നേരെ നമ്മൾ പ്രസാദ കൗണ്ടറിൻ്റെ അവിടുന്ന് ചന്ദനവും തീർത്ഥമൊക്കെ വാങ്ങാം. അതിനുശേഷം ഇടത്തരികത്ത് കാവിലെ ഭഗവതിയെ കാണാനായിട്ട് പോവാം. അങ്ങനെ ഭഗവതിയുടെ അടുത്തെത്തി ഭഗവതിയെ പ്രാർത്ഥിക്കാം. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമസ്തുതേ. അങ്ങനെ അമ്മയെ കണ്ട് തൊഴുത് അവിടുന്ന് വരുമ്പോൾ ആ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് നോക്കിയിട്ട് തൊഴുക. അങ്ങനെ തിരിഞ്ഞ് നിന്നിട്ട് അങ്ങനെ മമ്മിയൂർ പോകുന്ന പോലെ സങ്കല്പിക്കുക. എന്നിട്ട് മമ്മിയൂരപ്പനെ മനസ്സിൽ വിചാരിച്ച് നമശിവായ 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 എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം ജപിക്കും ചെയ്യുക. അതിനുശേഷം നമ്മൾ അവിടുന്ന് ഇങ്ങനെ നേരെ വന്ന് ഒന്ന് പ്രദക്ഷിണം ചെയ്ത് വന്ന് കൊടിമരത്തിൻ്റെ അവിടെ വന്ന് പ്രദക്ഷിണം അവിടെ വന്നിട്ട് നോക്കാം. ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് ആ ഉണ്ണിക്കണ്ണനെ ആ വാമനമൂർത്തിയെ ഒന്നുകൂടി കണ്ട് തൊഴാം. അത് കണ്ട് തൊഴുത് നമസ്കരിക്കാം. പിന്നീട് കൂത്തമ്പലത്തിലും വന്ന് തൊഴുത് നമസ്കരിക്കാം. പിന്നെ നേരെ അയ്യപ്പസ്വാമിയുടെ അടുത്ത് വന്ന് അയ്യപ്പസ്വാമിയെ കണ്ട് പ്രാർത്ഥിക്കാം. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹു ശാസ്തേ സ്തുഭ്യം നമോ നമ. അങ്ങനെ അവിടുന്ന് ഒന്ന് പ്രദക്ഷിണമായിട്ട് വന്ന് പടിഞ്ഞാറ് നടയിലുള്ള ദീപസ്തംഭത്തിൻ്റെ മുകളിലുള്ള വേണുഗോപാലിനെയും കൊടിമരത്തിൻ്റെ മുകളിലുള്ള ഗരുഡധ്വജനെയും കണ്ട് തൊഴുത് നമ്മൾ പടിഞ്ഞാറ് നടയിൽ കൂടെ പുറത്തേക്ക് വരാം. അങ്ങനെ വന്ന് രുദ്രതീർത്ഥ കുളത്തെ ഒന്ന് പ്രദക്ഷിണം ചെയ്യാൻ പോവാം. അങ്ങനെ പ്രദക്ഷിണം ചെയ്യുമ്പോൾ നടുക്കുള്ള കാളിയമർദ്ദന രൂപിയെ കണ്ട് തൊഴാം. പിന്നീട് അങ്ങനെ വന്ന് നേരെ നാരായണാലയത്തിൽ വന്നിട്ട് ആ പൂന്താനം തിരുമേനി പൂജിച്ചിരുന്ന വിഗ്രഹം ഒക്കെ ഒന്ന് കണ്ട് ഉണ്ണിക്കണ്ണൻ്റെ വിഗ്രഹം കണ്ട് തൊഴുത് നമ്മൾ ഭഗവതി നടയിലും കിഴക്കേ നടയിൽ വലിയ ദീപസ്തംഭത്തിൻ്റെ അവിടെ വന്നിട്ട് ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് ആ വാമനമൂർത്തിയെ ഒന്നുകൂടി കണ്ട് തൊഴാം. അതിനുശേഷം തെക്ക് ഭാഗത്തേക്ക് ഇങ്ങനെ വന്ന ആ കൂവളത്തെ കണ്ട കൂവളത്തെ ഒന്ന് പ്രദക്ഷിണം ചെയ്യുക. പ്രദക്ഷിണം ചെയ്യുമ്പോൾ മഹാദേവനെയും പാർവതി ദേവീനെയും മനസ്സുകൊണ്ടിങ്ങനെ വിചാരിക്കുക. അപ്പോൾ അവരുടെ അനുഗ്രഹം നമ്മളിലേക്ക് എത്തും. അപ്പോൾ നമ്മൾ ഇന്നത്തെയും ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കണ്ടു തൊഴുതു. എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കും. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പ ശരണം.